ഹായ് ഓൾ ദിസ് സ്കോക്ക് ബാലൻ ദ ബോയ്. നല്ല ക്ലാസ് പടം. എനിക്ക് ഓൾറെഡി നല്ല പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, രണ്ട് പേരുകൾ, ജിത്തു മാധവൻ ആൻഡ് ചിദംബരം. നല്ല എന്താ പറയാ, നല്ലൊരു ഒരു 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 സിനിമ. സിനിമയുണ്ടല്ലോ, ഒരു 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 സിനിമയുടെ ഒരു മാജിക് എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ. അതായത് വിഷ്വലി, ടെക്നിക്കലി, ഇനി ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പിന്നെ ചെയ്തിരിക്കുന്ന ആളുകളുടെ അഭിനയം, പെർഫോമൻസസ് ആയി കഴിഞ്ഞാലും ടോട്ടലി ഒരു 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 കിട്ടാൻ പടം, ഒരു ക്ലാസ് പടം. ഇതിലെ മറ്റ് ടെക്നീഷ്യൻസിന്റെ പേര് പറഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാവുന്നുള്ളൂ. ഷൈജു ഖാലിദ് IC, DOP, ടിപ്പിക്കൽ ഷൈജു പണ്ണൻ, ഷൈജു വർക്ക്. ഓരോ ഫ്രെയിംസിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ലൈറ്റിംഗ്, അതുപോലെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ കുറേ ടെറൈൻസ് ഉണ്ട്, ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്, പിന്നെ ബീച്ച് ഏരിയാസ് ഉണ്ട്, ക്രൗഡുള്ള സ്ഥലമുണ്ട് മൊത്തത്തിൽ. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഭയങ്കര നൈസാണ്. ചാലിശ്ശേരി, അജയൻ ചാലിശ്ശേരി. മ്യൂസിക് ഓഫ് കോഴ്സ് നാൻ അനദർ ദാൻ സുഷിൻ ശ്യാം. കിട്ടലും വർക്ക്. ഇതിൽ സുഷിന കൊടുത്തിരിക്കുന്ന പല സീൻസിലും അതിൽ തന്നെ വളരെ സിമ്പിൾ എന്ന് തോന്നിപ്പിക്കാവുന്ന ഒന്ന് രണ്ട് സോങ്സ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഡെപ്തും ഭയങ്കര മൂഡാണ്. അവസാനം ഇതിലൊരു ഒരു 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 പയ്യൻ ഓടുന്ന സീനുണ്ട്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് സീൻ ഇൻ ദിസ് ഫിലിം. അപ്പൊ സുഷിൻ കൊടുത്തിരിക്കുന്ന സ്കോർ ഉണ്ട്, പൊന്നോ, ഇച്ചാതി സാധനം. അത് ചിദംബരം എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ വേറെ ലെവലിലാണ്. അതിന് സുഷിൻ കൊടുത്തിരിക്കുന്ന സാധനം. പിന്നെ വിവേക് ഹർഷൻ എഡിറ്റിംഗ്, കിട്ടലും വർക്ക്. പിന്നെ ഞാൻ വിഷ്ണു ഗോവിന്ദായിരിക്കും ഓഡിയോഗ്രാഫി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അത് ഷിജിൻ എന്ന് പറയുന്ന ഒരാളാണ് ചെയ്തിരിക്കുന്നത്. അതും സൗണ്ടിങ്ങും കിട്ടലും വർക്ക്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ റോണക് സേവ്യർ, മേക്കപ്പ്, അങ്ങനെ എല്ലാവരും അറിഞ്ഞു പണിയെടുത്തിട്ടുള്ള ഒരു ഗംഭീര സിനിമ. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ നിങ്ങൾക്കറിയാം, ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഫർസാന പലത്തിങ്കിലാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീര അഭിനയം. ഇത് എല്ലാവരും മത്സരിച്ച അഭിനയമാണ്. ലോട്ട്സ് ഓഫ് അവാർഡ്സ് അഹെഡ്. കുറേ അവാർഡ്സ് എന്തായാലും ഈ സിനിമയിൽ കിട്ടുന്നത് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു വർക്കാണ്, ഒരു ഒരു പീസ് ഓഫ് വർക്കാണിത്. പിന്നെ ഈ ബാലന്റെ രണ്ട് സ്റ്റേജസ് ഉണ്ട്. ഒന്ന് ചെയ്തിരിക്കുന്നത് ആദിശേഷ് ഗംഭീര അഭിനയം. പിന്നെ ആ പയ്യന്റെ മുറിച്ച മുറി മുഹമ്മദ് സിനാൻ. അതായത് കാസ്റ്റിംഗ് ഗണപതിയാണ്, ഇദ്ദേഹത്തിന്റെ ബ്രദർ, ചിദംബരത്തിന്റെ ബ്രദർ. ഗണപതി അറിയാലോ. അത് കിട്ടില്ല കാസ്റ്റിംഗ്. ഒരു സിനിമയ്ക്കകത്ത് കാസ്റ്റിങ്ങിനൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഈ സിനിമ കണ്ട മനസ്സിലാവും. പലപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ വെച്ചങ്ങ് ചെയ്യലല്ല. കറക്റ്റ് ജീൻ പോൾ ലാലിന്റെ ഒക്കെ റോള് ചോദ്യം അഭിനയം. ജീൻ പോൾ ലാല് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈവൺ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും ചെറിയ ശബ്ദം, ലാലുണ്ടാക്കുമ്പോഴത്തെ ശബ്ദമല്ല ഞാൻ പറയുന്നത്, ചെറിയ ശ്വാസം വിടല്, ചില ഡയലോഗ് ഭയങ്കര അതിന്റെ ഫിനിഷിംഗ് ഉണ്ട്. പുള്ളിയുടെ ഡയലോഗ് അവസാനിപ്പിക്കുന്നതിലും തുടങ്ങുന്നതിലൊക്കെ ജീൻ പോൾ ലാൽ. പിന്നെ ഇതിൽ ഒരു 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 പ്രായമുള്ള ഒരു സ്ത്രീ ഉണ്ട്, ഒരമ്മച്ചി. കിട്ടില്ല, അവർ വന്ന സീൻസിലൊക്കെ ഒരുമാതിരി കോമഡിയാണ്, പക്ഷെ കുറച്ച് ഡാർക്കുമാണ്. ഒരു പ്രത്യേകതരം അമ്മച്ചി, ഡോളി ജോൺ എന്നാണ് അവരുടെ പേര്. അങ്ങനെ കുറെ ആള്, ബീന ആന്റണി ഉണ്ട്, പിന്നെ നമ്മുടെ മെമ്പർ താഹിർ ഉണ്ട്, പുള്ളിയുടെ പേരെ മറന്നുപോയി, മറ്റേ പടത്തിലെ ഇടുക്കിയിലെ. അപ്പം മഹേഷിന്റെ പ്രതികാരം. അപ്പൊ ഇതൊരു സിനിമ 2.5 മണിക്കൂറുണ്ട്. എനിക്ക് ഒരു ഒരു നിമിഷം പോലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല സിനിമയ്ക്കകത്ത് നിന്ന്. കാരണം അങ്ങനെയാണ് ഓരോ സീൻ ബൈ സീൻ പോകുന്നത്. പിന്നെ ഈ ക്യാരക്ടർ, ഈ ഫർസാനയുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് കിഡുമായിട്ടാണ്. ആദ്യത്തെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇതാണ് ഇവർ ഇത്രയും പരിപാടി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇവരെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. പിന്നെ അങ്ങോട്ട് അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും കൺവിൻസിങ് ആണ്. കാരണം അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ റൈറ്റിങ്ങിനൊക്കെ അതായത് പറഞ്ഞു, ജിത്തുമാധവന്റെ റൈറ്റിംഗ് കിഡ്ലൻ റൈറ്റിംഗ്. അങ്ങനെ പോകുന്നൊരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് വേറെ ലെവൽ. അതേ പറഞ്ഞ പയ്യൻ ഓടുന്ന സാധനം ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര ഓട്ടായിപ്പോയി. പിന്നെ ടൊവിനോ തോമസ് ഉണ്ട്, ഓൾറെഡി അറിയാവുന്നതാണ്. ട്രെയിലറിൽ ടൊവിനോയുടെ ഒരു ചെറിയൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ടൊവിനോ അൺഎക്സ്പെക്റ്റഡ് പെർഫോമൻസ് കേട്ടോ. പുള്ളി വയറൊക്കെ വെച്ച്, സാധാരണ ടൊവിനോ അല്ല, കറക്റ്റ് ക്യാരക്ടർ ടൊവിനോ ആണെന്ന് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ടൊവിനോ. ഇല്ലെങ്കിൽ അബ്ബ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറായിട്ട് ടൊവിനോ കിട്ടില്ല പെർഫോമൻസ്. അതിൽ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹത്തെ പോലുള്ള ഒരു സ്റ്റാർ വന്നിട്ട് ഒരു റോൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് ഗംഭീരമായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഡബിങ്ങും ആ ക്യാരക്ടർ പിടിച്ചതും, അത് ആ പടം കണ്ടാൽ മനസ്സിലാവും. പുള്ളി ആ ക്യാരക്ടറായിട്ട് ലിവ് ചെയ്യായിരുന്നു. ഇതെല്ലാം പെർഫോമൻസ് ഫ്രം ടൊവിനോ തോമസ്. അങ്ങനെ ടോട്ടാലിറ്റിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പോലീസുകാരിയായിട്ട് സാന്ദ്ര എന്ന് പറഞ്ഞിട്ട് നടി, അങ്ങനെ വന്നവരും പോയവരൊക്കെ ഗംഭീര പെർഫോമൻസ്. അതിൽ
എടുത്തു പറയേണ്ടത് ഈ രണ്ട് പിള്ളേരാണ്. അവർ ആണ് പടം കൊണ്ടുപോകുന്നത്. പിന്നെ മൊത്തത്തിൽ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് സിനിമ കണ്ട, അതായത് വെറുതെ എന്തോ ഒരു സാധനം 2.5 മണിക്കൂർ കണ്ടു തീർത്തതല്ല, ഒരു സിനിമ കണ്ട ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഫീൽ, ആ ഒരു ഇമോഷൻ, അങ്ങനെ ഒരു ഗംഭീര ഏറ്റനത് ഗംഭീര വർക്ക് ഫ്രം ചിദംബരം. ഗിരീഷ് ഷെഡിയെ പറയാൻ വിട്ടുപോയി. പുള്ളി കുറച്ച് സീൻസിലേ ഉള്ളെങ്കിലും പുള്ളി നൈസായിരുന്നു. പിന്നെ ജിനു ജോസഫിന്റെ സൗണ്ട് മാത്രം അഭിനയിച്ചത്, പുള്ളി ഇല്ല, പുള്ളിയുടെ സൗണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എടുത്തു പറയണ മറ്റൊരു കാര്യം വയനാടിന്റെ ആ ബ്യൂട്ടി. അത് ഷൈജു കാലിത്ത് അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇസ്തറ്റിക്കലി അങ്ങനെയില്ല, അതിൽ വയനാടിന്റെ ഒരു നിഗൂഢതയില്ലേ, വലിയ മരങ്ങൾക്കിടയിലുള്ള ചെറിയ വഴികള്, വയല്, പിന്നെ ആ വീട് തന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അങ്ങനെ വയനാട്, അത് ആ ഒരു ജിയോഗ്രഫിക്കലി അതിന്റെ വയനാടിന്റെ ആ ഒരു സാധനം. ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ഇടുക്കിയാണ് ഇത്തരം സിനിമകൾ കാണുന്നത്, ഇത് വയനാടിന്റെ ആ ഒരു സാധനം ഗംഭീരമായിട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. ബാലൻ ദ ബോയ്, ഹൈലി സാറ്റിസ്ഫൈങ് ക്ലാസ് ആക്ട്.